മുംബൈയിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിന്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ. ഇതാണ് എനിക്കുള്ള സീറ്റ്. ഏറ്റവും നല്ല ആഫ്രിക്കൻ എയർലൈനുകളിലൊന്നാണ് എത്യോപ്യൻ എയർലൈൻസ്. ഞാൻ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. വിമാനം പുറപ്പെടാൻ സമയമാകുന്നതേയുള്ളൂ. രാവിലെ 10:45 ഇത് പുറപ്പെടുക. ഇപ്പോൾ 10:30 അപ്പോഴും ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. എയ്റോ ബ്രിഡ്ജിൽ ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണാം. സഹയാത്രികരിൽ പലരും വന്ന് എന്റെ അടുത്തുള്ള സീറ്റുകൾ പിടിച്ചു. എത്യോപ്യൻ എയർലൈൻസിന്റെ വിമാനങ്ങളിൽ ക്യാബിൻ ക്രൂവിൽ 1-2 പേർ ട്രഡീഷണൽ വസ്ത്രം ധരിച്ചവരായിരിക്കും. ആദ്യം ജ്യൂസോ വെള്ളമോ ആയി നമുക്ക് ആവശ്യമുള്ള പാനീയങ്ങൾ കൊണ്ടുവന്നു തരും. യാത്രക്കാരുടെ ക്ഷേമം അന്വേഷിച്ച് ക്യാബിൻ ക്രൂ എപ്പോഴും നടപ്പുണ്ടാവും. ഇടയ്ക്ക് വന്ന് ഫുഡിന്റെ മെനു തരും. എന്തൊക്കെയാണ് ഇന്നത്തെ യാത്രയിലുള്ള വിഭവങ്ങൾ എന്നുള്ള മെനു. ചിക്കൻ, ലാംബ്, സാൽമൺ വിഭവങ്ങളൊക്കെയുണ്ട്. പിന്നെ എത്യോപ്യൻ ബുന്ന എന്ന കാപ്പി. ഇത് വൈനുകളാണ്. ലോകപ്രശസ്തമായ വിവിധ ഇനം വൈനുകൾ. 10-20 തരം വൈനുകളുണ്ട്. അതുപോലെ തന്നെ ബിയറുകൾ, പലതരം മദ്യം. അപ്പോഴേക്കും എല്ലാവരും കയറിക്കഴിഞ്ഞു. എയ്റോ ബ്രിഡ്ജ് മാറി. വിമാനം പതിയെ പുറപ്പെടുകയായി. മുംബൈ ഛത്രപതി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്. ഇൻഡിഗോ വിമാനങ്ങളും ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ഇന്നുള്ള ഏറ്റവും വലിയ വിമാന കമ്പനിയാണല്ലോ ഇൻഡിഗോ. രാകേഷ് ഗാംഗ്വാൾ, രാഹുൽ ഭാട്ടിയ എന്നീ സുഹൃത്തുക്കൾ ചേർന്ന് ഒരൊറ്റ വിമാനവുമായി ആരംഭിച്ച കമ്പനിയാണത്. 2006 തുടക്കം. കൊച്ചു കൊച്ചു കൗശലങ്ങൾ കൊണ്ട് ആ സുഹൃത്തുക്കൾ ഇൻഡിഗോയെ ഒരു സംഭവമാക്കി മാറ്റി. അങ്ങനെ 2012 ആയപ്പോഴേക്കും ഇന്ത്യയിലെ മറ്റു വിമാന കമ്പനികളെയെല്ലാം ഇൻഡിഗോ പിന്നിലാക്കുകയായിരുന്നു. ഞങ്ങളുടെ വിമാനം ടേക്ക് ഓഫിനായി റൺവേയിലേക്ക് നീങ്ങി. വിസ്താരയുടെ വിമാനവും ഇവിടെയുണ്ട്. ടാറ്റ സൺസിന്റെയും സിംഗപ്പൂർ എയർലൈൻസിന്റെയും ഒരു സംയുക്ത സംരംഭമാണല്ലോ വിസ്താര. ഓപ്പറേറ്റഡ് ബൈ എയർ ഇന്ത്യ എന്ന് അടുത്ത കാലത്തായി അതിൽ എഴുതി ചേർത്തിരിക്കുന്നു. എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷമാണ് വിസ്താരയും എയർ ഇന്ത്യയുടെ ഭാഗമായത്. പക്ഷേ വിമാനത്തിന്റെ നിറമോ പ്രവർത്തന സ്വഭാവമോ ഒന്നും മാറ്റിയിട്ടില്ല. ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനവും ഇവിടെയുണ്ട്. വിമാനത്താവളത്തിൽ ഏറ്റവും തിരക്കു കുറഞ്ഞൊരു സമയമാണ് രാവിലെ 10 മുതൽ ഉച്ചവരെയൊക്കെയുള്ള സമയം. വൈകുന്നേരവും പുലർച്ചെയുമെല്ലാമാണ് ഇവിടെ ഏറ്റവും തിരക്കുണ്ടാവുക. ബ്രിട്ടീഷ് എയർവേസ് ഒക്കെ മുംബൈയിൽ നിന്ന് നേരിട്ട് ലണ്ടനിലേക്ക് സർവീസ് നടത്തുന്ന കമ്പനികളാണ്. അടുത്ത് തന്നെ വെർജിൻ വിമാനം കിടക്കുന്നു. ബ്രിട്ടനിലെ പ്രമുഖമായ മറ്റൊരു വിമാന കമ്പനിയാണ് വെർജിൻ. ആകാശ എയർ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിമാന കമ്പനിയാണ്. ഓഹരി കച്ചവടത്തിലൂടെ ശതകോടീശ്വരനായി മാറിയ രാകേഷ് ജുൻജുൻവാലയാണ് ആകാശ എയറിന്റെ വലിയൊരു ഭാഗം ഷെയറും കൈയാളിയിരുന്നത്. ഇൻഡിഗോയുടെ ഡയറക്ടറായിരുന്ന ആദിത്യ ഘോഷും ബിസിനസ്സുകാരൻ വിനയ് ദുബെയും ചേർന്നാണ് ആകാശ എയർ തുടങ്ങുന്നത്. ഫണ്ടിന് ക്ഷാമം വന്നപ്പോൾ അവർ ജുൻജുൻവാലയെ സമീപിക്കുകയായിരുന്നു. ആകാശയും എയർ ഇന്ത്യയുമൊക്കെ ആഞ്ഞുപിടിച്ചാലും ഇൻഡിഗോയെ പിന്നിലാക്കാൻ പറ്റില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വിപണി പിടിച്ചെടുക്കാൻ ഇൻഡിഗോ പ്രയോഗിച്ച സൂത്രങ്ങൾ മറ്റുള്ളവർക്കൊന്നും അനുകരിക്കാനും കഴിഞ്ഞിട്ടില്ല. വ്യോമയാന രംഗത്തെ പാഴ്ചെലവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് നിയന്ത്രിക്കുകയായിരുന്നു ഇൻഡിഗോ പ്രധാനമായും ചെയ്തത്. 2200 ഡെയിലി ഫ്ലൈറ്റ്സ് ആണ് ഇപ്പോൾ ഇൻഡിഗോ നടത്തുന്നത്. ഞങ്ങളുടെ വിമാനം ടേക്ക് ഓഫിനായി റൺവേയിലേക്ക് നീങ്ങി. റൺവേയുടെ ഒരറ്റത്തേക്കെത്തുമ്പോൾ അവിടെ കാണുന്നത് മുഴുവൻ ചേരിപ്പുരകളാണ്. അങ്ങകലെ അപ്പാർട്ട്മെന്റുകൾ കാണുന്നുണ്ടെങ്കിലും ഈ എയർപോർട്ടിൽ വിമാനം വന്ന് ലാൻഡ് ചെയ്യുമ്പോഴും ഇവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും കാണുക ചേരികളാണ്. അത് രാജ്യത്തിന് അപമാനം തന്നെയാണ്. വിദേശത്തു നിന്നും വരുന്നവർ ഇന്ത്യയിൽ ആദ്യം കാണുക ഇതായിരിക്കും. മുംബൈയുടെ ജനസംഖ്യയുടെ 52% വസിക്കുന്നത് ചേരികളിലാണ്. അതായത് 60 ലക്ഷത്തോളം ആളുകൾ. ലോകത്തെ ഏറ്റവും വലിയ ചേരികളിലൊന്നായ ധാരാവിയെ പുനർനിർമ്മിക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. തകരപ്പാട്ട കൊണ്ട് മേൽക്കൂര പണിത ഒറ്റമുറി കുടിലുകളാണ് ചേരികളിൽ കൂടുതലും. ചേരി ജീവിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ അവിടെയുള്ളവർ ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യവുമുണ്ട്. 15,000-ലധികം ചെറുകിട വ്യവസായ യൂണിറ്റുകളുണ്ട് മുംബൈയിലെ ചേരികളിൽ.
ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നവർ വരെയുണ്ട് അതിൽ. വിമാനം റൺവേയിലേക്ക് കയറി കുതിച്ചു പാഞ്ഞു തുടങ്ങി. താഴെ പ്രൈവറ്റ് ജെറ്റുകളാണ് ആ കിടക്കുന്നത് മുഴുവൻ. ഇന്ത്യയിൽ എത്രയോ പേർക്ക് സ്വകാര്യ വിമാനങ്ങൾ ഉണ്ടെന്നത് ഈ മുംബൈ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴാണ് അറിയാനാവുക. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും കാണുന്നത് ചേരി പ്രദേശങ്ങളാണ്. തകരം മേഞ്ഞ കെട്ടിടങ്ങളുടെ വലിയ പ്രദേശം. അതിനപ്പുറം കരിഞ്ഞുപോയതുപോലൊരു നഗരം. വാഹനത്തിരക്കുള്ള പാതകൾ, സബർബൻ ട്രെയിനുകൾ, കെട്ടിടങ്ങളുടെ നിരകൾ. അത് കഴിയുന്നതോടുകൂടി വിമാനം മേഘത്തിനുള്ളിലേക്ക് കയറുകയായി. പിന്നെ ദീർഘമായ യാത്ര അറബിക്കടലിന് മുകളിലൂടെയാണ്. നല്ല വെയിലുള്ള സമയമാണെങ്കിലും വിമാനത്തിനകത്ത് ഇരുട്ടായി. ഒരു ബട്ടൺ ഇട്ടാൽ വിൻഡോ ഗ്ലാസ് എല്ലാം കറുത്ത നിറത്തിലായി മാറും. ഭക്ഷണവും ഒരു ഉറക്കവുമെല്ലാം കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോഴേക്കും വിമാനം അഡിസ് അബാബയോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് സ്ക്രീനിൽ കണ്ടു. അനൗൺസ്മെന്റും വന്നു. ഉറങ്ങിക്കിടന്നവരെല്ലാം എഴുന്നേറ്റു. ജാലകങ്ങൾ സാധാരണ നിലയിലായി. ഇപ്പോൾ വിമാനം എത്യോപ്യയ്ക്ക് മുകളിലൂടെ പറക്കുകയാണ്. താഴെ എത്യോപ്യയുടെ കണ്ടങ്ങൾ തിരിച്ച കൃഷിയിടങ്ങൾ. ആഫ്രിക്കയിലെ ഓരോ ദേശത്തിനും അവരവരുടേതായ കഥകളുണ്ടെങ്കിലും എത്യോപ്യയുടെ കഥയൊന്ന് വേറെയാണ്. 58 ലക്ഷം വർഷം മുൻപ് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് അവർ ദേശാടനം തുടങ്ങിയതും നമ്മുടെ കേരളം ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചതും. ഇടക്കാലത്ത് ദാരിദ്ര്യത്തിന്റെ ചില ചിത്രങ്ങളിലൂടെയാണ് എത്യോപ്യ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചത്. എല്ലും തോലുമായ മനുഷ്യരെ കാണുമ്പോൾ എത്യോപ്യക്കാരെ നമ്മൾ ഉദാഹരിച്ചതും അതുകൊണ്ടാണ്. പക്ഷേ എത്യോപ്യയുടെ ആ കഷ്ടകാലം തുടങ്ങിയിട്ട് ഏതാണ്ട് അരനൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് ഏതാണ്ട് 2500 വർഷം ആഫ്രിക്കയുടെ അഭിമാന ദേശം തന്നെയായിരുന്നു എത്യോപ്യ. മഹാസംസ്കാരത്തിന്റെ ആഫ്രിക്കൻ ദേശം. ലോകത്തെ ഏറ്റവും പുരാതന രാജ്യങ്ങളിൽ ഒന്നാണ് എത്യോപ്യ. ഒരു പ്രത്യേക രൂപമാണ് എത്യോപ്യക്കാർക്ക്. നല്ല ഉയരമുള്ള മെലിഞ്ഞ മനുഷ്യരാണവർ. മുഖത്തിന്റെ ഇരുളിമ എത്യോപ്യക്കാരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് കരുവാളിച്ച മുഖമുള്ളവരുടെ നാട് എന്ന അർത്ഥത്തിൽ ഗ്രീക്കുകാർ ഇന്നാട്ടുകാരെ ഐത്യോപ്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണത്രേ എത്യോപ്യ എന്ന പേരുണ്ടായത്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ശക്തികൾ ആഫ്രിക്കയെ വീതം വെച്ചെടുത്ത കഥ എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ എത്യോപ്യയെ കീഴടക്കാൻ അവർക്കൊന്നും പറ്റിയില്ല. ഇങ്ങനെ തെല്ല് പ്രൗഢിയോടെ നിൽക്കുമ്പോഴാണ് 1960കളിലും 70കളിലും കൊടും വരൾച്ച ഉണ്ടാവുന്നത്. അതോടെ പട്ടിണിയുമെത്തി. എത്യോപ്യ ആകെ തകർന്നു. ഹെയ്ലി സെലാസി എന്ന ചക്രവർത്തിയായിരുന്നു അന്ന് എത്യോപ്യ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തെ പട്ടാളം അട്ടിമറിച്ചു. ചക്രവർത്തിയെ പട്ടാളക്കാർ ജയിലിൽ വെച്ച് തല്ലിക്കൊന്നു. ആയിരക്കണക്കിന് നിരപരാധികളെ വെടിവെച്ചു കൊന്നു. ആ കാലം എത്യോപ്യയിലെ റെഡ് ടെറർ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ന് ആ കഥയൊക്കെ മാറി. ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ആഫ്രിക്കൻ രാജ്യമാണ് ഇന്ന് എത്യോപ്യ. ഞങ്ങൾ അഡിസ് അബാബയുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. വിമാനം താഴ്ന്നു തുടങ്ങി. അഡിസ് അബാബ അതിവേഗം വളരുന്ന ഒരു അത്ഭുത നഗരമാണ്. ഒത്തിരി സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒരു ആസൂത്രിതമായ നഗരം തന്നെയാണിത്. സുഖകരമായ കാലാവസ്ഥയുള്ള ഏതു വേനലിലും തണുപ്പു തങ്ങി നിൽക്കുന്ന സുന്ദരമായൊരു സ്ഥലം. ഇവിടുത്തെ ബോലെ എന്ന പ്രദേശത്താണ് എയർപോർട്ട്. ബോലെയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് വിമാനം താഴ്ന്നിറങ്ങി. 2 റൺവേ ഉണ്ട് ഇവിടെ. നല്ലൊരു എയർപോർട്ടാണ്. ഗംഭീരമായ സൗകര്യങ്ങൾ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിമാന കമ്പനി എത്യോപ്യൻ എയർലൈൻസ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ് നടത്തുന്ന വിമാന കമ്പനികളിലൊന്നായ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബോലെ ഇന്റർനാഷണൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചാണ്. ചില പഴഞ്ചൻ വിമാനങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന വിമാനങ്ങളുമൊക്കെ വിമാനത്താവളത്തിൽ കാണാം. ചില ചെറു വിമാനങ്ങളും. 2-ാം റൺവേയിലൂടെ കയറിയിട്ട് വേണം ടെർമിനൽ ബിൽഡിങ്ങിനടുത്തെത്താൻ. ഇത് അഡിസ് അബാബയിലും വലിയ തിരക്കുള്ള സമയമല്ല. വൈകുന്നേരവും രാത്രിയും പുലർച്ചെയുമാണ് ഏറ്റവും തിരക്കുണ്ടാവുക. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ,
സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. വിമാനം നിന്നു. ഇനി പുറത്തിറങ്ങുകയാണ്. വിമാനത്തിൽ നിന്നിറങ്ങി ഒരു ബസ്സിൽ കയറി വേണം ടെർമിനൽ ബിൽഡിംഗിലേക്ക് പോകാൻ. ഇന്ത്യയിൽ നിന്ന് വരുന്ന വിമാനങ്ങളൊന്നും എയ്റോ ബ്രിഡ്ജിനോട് അടുപ്പിക്കാറില്ല. എയ്റോ ബ്രിഡ്ജ് ഒഴിവുണ്ടെങ്കിൽ പോലും ഒരു രണ്ടാംകിട പൗരനെ പോലെയാണ് ആഫ്രിക്കക്കാർ പോലും നമ്മളെയും കാണുന്നത്. എനിക്കിനി ഇവിടെ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്കാണ് പോകേണ്ടത്. അവിടെ സഞ്ചാരത്തിന്റെ 39 പേരടങ്ങുന്ന ഒരു സംഘം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. 5 ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയാണ് അവരുടെ യാത്ര. ഇനി എനിക്കും അവരുടെ കൂടെ ചേരണം. ജോഹനാസ്ബർഗിലേക്ക് ഫ്ലൈറ്റ് 13-ാം ഗേറ്റിൽ നിന്ന് 3:35 പുറപ്പെടുമെന്ന് ബോർഡിൽ കണ്ടു. ഇനി ഒരു 2 മണിക്കൂർ മിച്ചമുണ്ട്. വെറുതെ ചുറ്റി നടക്കാം. ഞാൻ ടെർമിനലിലൂടെ അങ്ങനെ നടന്നു. ഇവിടെ ഷീബ ലോഞ്ച് എന്നൊരു ലോഞ്ചുണ്ട്. വേണമെങ്കിൽ ആ ലോഞ്ചിൽ പോയിരിക്കാം. ഈ എയർപോർട്ട് അത്ര ആഡംബരത്വം നിറഞ്ഞതൊന്നുമല്ല. പക്ഷേ രസകരമായ ധാരാളം റെസ്റ്റോറന്റുകളും ഷോപ്പിംഗ് ഫെസിലിറ്റികളുമുണ്ട്. ലോക നിലവാരമുള്ള കോഫി ഷോപ്പുകളും റെസ്റ്റോറന്റുകളുമാണ്. മനോഹരമായി ഇന്റീരിയർ ഡിസൈൻ ചെയ്ത വേൾഡ് ക്ലാസ് ആയ ഫെസിലിറ്റിയിൽ ഒരുങ്ങിയിരിക്കുന്ന ധാരാളം ഭക്ഷണശാലകളുണ്ട്. ഞാൻ അതിന്റെ എല്ലാം മുന്നിലൂടെ ക്യാമറയുമായി നടന്നു. ഒരു ഭാഗത്ത് കെട്ടിടത്തെ നവീകരിക്കുന്ന പണികൾ നടക്കുന്നു. നീളത്തോടു നീളം കിടക്കുന്ന വലിയ എയർപോർട്ടാണ്. ഇവിടെ നിന്ന് ഇനി ജോഹനാസ്ബർഗിൽ ചെന്ന് സഞ്ചാരത്തിന്റെ സംഘത്തിനൊപ്പം ചേരണം. തുടർന്ന് നാളെ രാവിലെ മുതൽ അടുത്ത 6-7 ദിവസം സൗത്ത് ആഫ്രിക്കയിലൂടെയുള്ള സഞ്ചാരമാണ്. കേപ്പ് ടൗൺ ഉൾപ്പെടെ പല നഗരങ്ങളിലേക്കും പോകാനുണ്ട്. ഞാൻ ഇവിടുത്തെ ഷീബ ലോഞ്ചിലേക്ക് കയറി ചെന്നു. മനോഹരമായ ലോഞ്ചാണ്. ഇവിടെ ഒരു പെൺകുട്ടി ബുന്ന കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുന്ന എന്നത് എത്യോപ്യക്കാരുടെ ട്രഡീഷണൽ കാപ്പിയാണ്. അവരുടെ കോഫി സെറിമണി എന്ന് പറയുന്ന ഒരു ആചാരം തന്നെയുണ്ട്. ട്രഡീഷണൽ വസ്ത്രം ധരിച്ച ആ പെൺകുട്ടി എന്നോട് ബുന്നക്കാപ്പി വേണോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു കാപ്പി കുടിച്ചേക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ബുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ്. പ്രത്യേകമായ ഒരു ടേസ്റ്റാണ് അതിന്. അവൾ സ്റ്റൗവിൽ തിളച്ചുകൊണ്ടിരുന്ന ബുന്ന കാപ്പി ഒരു കപ്പിനകത്തേക്ക് ഒഴിച്ച് എനിക്ക് നീട്ടി. എത്യോപ്യയിൽ സമ്പന്നരും ദരിദ്രനും അതിഥിയെ സ്വീകരിക്കുക ഒരു ബുന്ന കാപ്പി നൽകിയാണ്. എത്രയോ കാലമായി ഇന്നാട്ടിൽ നിലനിൽക്കുന്ന ആചാരമാണത്. ഇതാണ് കാപ്പി. ബുന്ന എന്ന എത്യോപ്യൻ വാക്കിന്റെ അർത്ഥം തന്നെ കാപ്പി എന്നാണ്. ഇതാണ് കാപ്പിപ്പരിപ്പ്. അത് ഇങ്ങനെ വറുത്തെടുക്കും. എന്നിട്ടത് ചെറിയ മര ഉരലിലിട്ട് ഇടിച്ച് ചതച്ചെടുക്കും. കാപ്പി പൊടിയാക്കില്ല. വറുത്ത് ചതച്ച കാപ്പിപ്പരിപ്പ് ജബന്ന എന്ന മൺപാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നു. വറുത്ത കാപ്പിക്കുരു തിളയ്ക്കുമ്പോഴുള്ള മനം മയക്കുന്ന ഗന്ധം തന്നെയാണ് ബുന്ന സെറിമണിയുടെ ഹൈലൈറ്റ്. ബുന്ന കുടിച്ച ശേഷം ഞാൻ ആ ലോഞ്ചിലൂടെ നടന്നു. ലോഞ്ചിന് പല ഭാഗങ്ങളുണ്ട്. ബാറുണ്ട്. ബുഫേ കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന പലയിടങ്ങളുണ്ട്. ഒരു വേൾഡ് ക്ലാസ് ഫീലാണ്. എത്യോപ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്തയൊക്കെ ഇനി മാറണം. നമ്മുടെ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഇത്രയും നല്ല ലോഞ്ചുകളില്ല. ഞാൻ ലോഞ്ചിന്റെ ഒരറ്റത്തേക്ക് നടന്നു. ഇത് എയർപോർട്ടിന്റെ മുൻഭാഗമാണ്. ഇവിടെയാണ് നമ്മൾ നഗരത്തിലേക്ക് ഇറങ്ങാനും നഗരത്തിൽ നിന്ന് തിരിച്ച് എയർപോർട്ടിലേക്ക് വരാനുമൊക്കെ എത്തുന്ന സ്ഥലം. 3 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും ഗേറ്റിലെത്തി. ഇനി എനിക്ക് വിമാനത്തിൽ കയറാനുള്ള സമയമായി. എയ്റോ ബ്രിഡ്ജിലൂടെ വിമാനത്തിലേക്ക് നടന്നു. വലിയൊരു വൈഡ് ബോഡി എയർക്രാഫ്റ്റിലാണ് യാത്ര. ഇങ്ങോട്ട് വന്നതും ഒരു വൈഡ് ബോഡി എയർക്രാഫ്റ്റിൽ തന്നെയായിരുന്നു. ഇവിടെയും എനിക്ക് 1-ാം നമ്പർ സീറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചെന്ന ഉടനെ ഒരു ഓറഞ്ച് ജ്യൂസ് കിട്ടി. എന്റെ സഹയാത്രികർ ഷാമ്പെയിനാണ് ആവശ്യപ്പെട്ടത്. ട്രഡീഷണൽ എത്യോപ്യൻ വസ്ത്രം ധരിച്ച എയർ ഹോസ്റ്റസ് ഷാമ്പെയിൻ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോഴും ആളുകൾ എയ്റോ ബ്രിഡ്ജിലൂടെ വിമാനത്തിലേക്ക് കയറി വരുന്നത് കാണാം. ചിക്കൻ, നമീബിയൻ ബീഫ്, ടാൻസാനിയൻ ഫിഷ് ഒക്കെയാണ് ഇപ്പോഴത്തെ മെനു. അതിലേതാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പോഴേക്കും എയ്റോ ബ്രിഡ്ജ് പിൻവാങ്ങി. യാത്ര പുറപ്പെടുകയായി.
എത്യോപ്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ഈ ബോലെ ഇന്റർനാഷണൽ എയർപോർട്ട്. ആഫ്രിക്കയിലെ തന്നെ പ്രാധാന്യമാർന്ന നഗരമാണല്ലോ അഡിസ് അബാബ. കലാപങ്ങൾ കുറവുള്ള ആഫ്രിക്കൻ രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന നിലയിൽ ലോകരാജ്യങ്ങളും ഈ നഗരത്തെ പ്രാധാന്യത്തോടെ കാണുന്നു. താഴെ പല ഭാഗത്തും ചേരികൾ കാണുന്നുണ്ട്. നമ്മുടെ ബോംബെയുടെ മറ്റൊരു പതിപ്പ് പോലെയാണ് അഡിസ് അബാബയുടെ ഒരു ഭാഗം. ബോലെ ഭാഗമാണിത്. എന്നാൽ ഒരു സമ്പന്നമായ ഭാഗവും അഡിസ് അബാബയ്ക്കുണ്ട്. മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും ആഭ്യന്തര കുഴപ്പങ്ങളും വംശഹത്യയുമൊക്കെ അരങ്ങേറിയിരുന്ന നാളുകളിൽ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി എന്ന പ്രസ്ഥാനം രൂപം കൊണ്ട നഗരമാണിത്. അതാണ് പിന്നീട് ആഫ്രിക്കൻ യൂണിയനായി മാറിയത്. ഇപ്പോഴും ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം അഡിസ് അബാബയാണ്. ചരിത്രപരമായും നയതന്ത്രപരമായും രാഷ്ട്രീയപരമായും ആഫ്രിക്കയുടെ തലസ്ഥാനമാണ് അഡിസ് അബാബ എന്നാണ് പറയുക. ആഫ്രിക്കയുടെ വടക്കേ അറ്റത്തു നിന്ന് തെക്കേ അറ്റത്തേക്കുള്ള ഒരു യാത്രയാണിത്. അഡിസ് അബാബയിൽ നിന്ന് ജോഹനാസ്ബർഗിലേക്ക് ഏതാണ്ട് 6 മണിക്കൂറിന്റെ യാത്രയുണ്ട്. യാത്ര തുടങ്ങി അധികം താമസിയാതെ വൈനെത്തി. ഇപ്പോൾ വിമാനം ചൽബി ഡെസേർട്ടിന് മുകളിലാണ്, കെനിയയ്ക്ക് മുകളിൽ. കെനിയയിൽ കൊടും ചൂടുള്ള മനുഷ്യവാസം നന്നേ കുറഞ്ഞ മരുഭൂപ്രദേശമാണ് ചൽബി. ഇതാണ് ആ മരുഭൂമിയുടെ ആകാശ കാഴ്ച. പണ്ട് വലിയൊരു തടാകമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 10,000 വർഷം മുൻപ് കൊടും ചൂടിൽ ആ തടാകം വറ്റിപ്പോവുകയും അവിടം മരുഭൂമിയായി മാറുകയുമായിരുന്നു. ഇതിൽ വെളുത്തു നിറത്തിൽ കാണുന്നത് കുന്നുകളും കറുപ്പു നിറമുള്ളത് അതിന്റെ ചെരിവുകളും താഴ്വാര പ്രദേശങ്ങളുമാണ്. കൊടും ചൂടിലും ജീവിതം സാധ്യമാകുന്ന ഗബ്ര എന്ന ഗോത്രവർഗക്കാരാണ് ചൽബിയിലെ ആകെയുള്ള മനുഷ്യ സാന്നിധ്യം. കുറെ ദൂരം കൂടി പറന്നു കഴിഞ്ഞപ്പോൾ താഴെ മലനിരകളുടെ കാഴ്ചയായി. എൻദോത്തോ പർവ്വതനിരയാണത്. അവിടെ നദികൾ ഉത്ഭവിക്കുന്നതും താഴ്വരയിലേക്ക് ഒഴുകിപ്പോകുന്നതുമൊക്കെ കാണാം. വടക്കൻ കെനിയയിലെ അതിവിസ്തൃതമായ ഒരു പർവ്വതനിരയാണ് എൻദോത്തോ. നിബിഡ വനമുള്ള ഒരു പർവ്വതം. ധാരാളം മഴ ലഭിക്കുന്ന ഇടമാണത്. ഒരു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും എയർ ഹോസ്റ്റസുമാർ ഭക്ഷണവുമായി എത്തി. സാൽമണാണ് സ്റ്റാർട്ടറായി വന്നിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. വേവിച്ച സാൽമണല്ല, അല്പം ഉപ്പ് രസമുള്ള പച്ച സാൽമണാണ്. സ്മോക്ഡ് സാൽമൺ. എനിക്കത് വലിയ ഇഷ്ടമായി. നല്ല ടേസ്റ്റിയാണ് വേവിക്കാത്ത സാൽമൺ. യഥേഷ്ടം ഫ്രഞ്ച് റെഡ് വൈൻ വന്നുകൊണ്ടിരുന്നു. നല്ല ഗംഭീര വൈനാണ്. സാധാരണഗതിയിൽ പച്ചമത്സ്യം കഴിക്കുന്നത് ചിന്തിക്കാനാവില്ലല്ലോ. പക്ഷേ സാൽമൺ അങ്ങനെയല്ല. പലരും സാൽമൺ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ പുറത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, പുറത്തെ കാഴ്ച എന്തെന്നറിയാൻ. അടുത്തതായി മെയിൻ കോഴ്സ് എത്തി. നമീബിയൻ ബീഫാണ് ഞാൻ പറഞ്ഞിരുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ബീഫും ചോറുമൊക്കെ വന്നു. പുറത്ത് മേഘരാജികൾ തന്നെ. വിമാനം താൻസാനിയ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മാപ്പിൽ കാണിക്കുന്നു. അടുത്തത് ഡെസേർട്ടാണ്. ചീസും ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും എല്ലാമുണ്ട്. അതും കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോഹനാസ്ബർഗിന്റെ മുകളിലേക്ക് വിമാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 5.5 മണിക്കൂർ പറന്നു കഴിഞ്ഞു. ഇതിനിടെ ഒരു ചെറിയ ഉറക്കവും ഞാൻ പാസാക്കി. ഇപ്പോൾ രാത്രി 7:30 കഴിഞ്ഞിരിക്കുന്നു ജോഹനാസ്ബർഗിലെ സമയം. ഇന്ത്യയും ജോഹനാസ്ബർഗുമായിട്ട് 3.5 മണിക്കൂറിന്റെ സമയവ്യത്യാസമുണ്ട്. ജോഹനാസ്ബർഗിലെ OR താംബോ ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. വലിയൊരു എയർപോർട്ടാണ്. ഖത്തർ എയർവേസിന്റെ ഉൾപ്പെടെ പല വിമാനങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മുടെ വിമാനം സാവധാനം എയ്റോ ബ്രിഡ്ജിനോട് ചേർന്ന് നിന്നു. ദീർഘമായ ഒരു യാത്രയായിരുന്നു. ടൈം ഡിഫറൻസ് കൂടി കണക്കാക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ 1 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലേക്ക് മറ്റു രാജ്യക്കാർക്ക് ഓൺലൈൻ വിസയുമായും വരാം. പക്ഷേ ഗവൺമെന്റ് ഇടയ്ക്കിടെ പോളിസി മാറ്റും. അതുകൊണ്ട് എപ്പോഴും വിസ എംബസിയിൽ നിന്ന് തന്നെ സ്റ്റാമ്പ് അടിച്ചു വാങ്ങിക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. സഞ്ചാരത്തിന്റെ ടീമിലെ എല്ലാവർക്കും വിസ എടുത്തിരിക്കുന്നതും അങ്ങനെ തന്നെ. അപ്പോഴേക്കും സഞ്ചാരത്തിന്റെ ജോഹനാസ്ബർഗിലെ റെപ്രസെന്റേറ്റീവ് ടെഫോ എത്തിക്കഴിഞ്ഞു. സഞ്ചാരത്തിന്റെ ബോർഡൊക്കെയായിട്ടാണ് വരവ്. ഇദ്ദേഹമാണ് ജോഹന്നാസ്ബർഗിൽ സഞ്ചാരം ടൂർ കമ്പനിയുടെ പ്രതിനിധി. നമ്മുടെ ടൂർ ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്.
ഇതാണ് അറൈവൽ ഏരിയ. എത്യോപ്യയിലും സൗത്ത് ആഫ്രിക്കയിലുമൊക്കെ ഇപ്പോൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഫ്രിക്കയാണോ ഇതെന്ന് സംശയിച്ചു പോകും. നമ്മുടെ വിചാരം ഇന്ത്യയും കേരളവും ആറുവരി പാതയൊക്കെയായി വളരുന്നുണ്ട്, മറ്റുള്ളവരൊന്നും വളരുന്നില്ലെന്നാണ്. എന്നാൽ നമ്മുടെ 10 ഇരട്ടി മുന്നിലാണ് ഇവരൊക്കെ. എയർപോർട്ടിൽ നിന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന വഴികളാണ്. ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ. പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോൾ കാണുന്ന സംവിധാനങ്ങൾ തന്നെ നമ്മെ ഞെട്ടിക്കും. ആഫ്രിക്കയിലേക്കുള്ള സഞ്ചാരം അനൗൺസ് ചെയ്തപ്പോൾ പലരും വിളിച്ചു ചോദിച്ചു, ആഫ്രിക്കയിലൊക്കെ എന്താണ് കാണാനുള്ളതെന്ന്. പക്ഷേ 6 ദിവസം മുൻപേ ഇവിടെ എത്തിയവർ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ആഫ്രിക്ക കണ്ടിട്ട് ഞെട്ടിപ്പോയി എന്നാണ്. സംഘത്തിലെ എല്ലാവരും വളരെ ഹാപ്പിയാണെന്നാണ് ടെഫോ പറയുന്നത്. നമ്മുടെ ടീമിലെ എല്ലാവരും ഇവിടെ ഒരു ഹോട്ടലിൽ താമസമാക്കിയിട്ടുണ്ട്. എംപറേഴ്സ് പാലസ് എന്നൊരു കാസിനോ ഉണ്ട് ഇവിടെ. അതിനകത്താണ് നമ്മുടെ സംഘം താമസിക്കുന്ന ഹോട്ടൽ. അവിടേക്കാണ് ഞാനും പോകുന്നത്.